അശോകേട്ടൻ പറഞ്ഞല്ലോ അല്ലേ, എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ തന്നെ അഭിനയിപ്പിച്ചുകൊണ്ട് ഞാൻ തട്ടിപ്പോകുന്നുള്ള പേടി കൊണ്ടൊന്നുമല്ല. എങ്ങാനും തട്ടിപ്പോയാൽ അവർ മുടക്കിയ കാശ് പോകില്ല എന്നുള്ളതാ അവരുടെ പേടി. വാങ്ങിയ കാശും തിരിച്ചു കൊടുത്തത് വേണ്ടാന്ന് വെച്ച് പോയാലെന്ന് ഇവർ ആലോചിച്ചതാ. പക്ഷെ എന്നെ മാത്രം വിശ്വസിച്ച് കുറെ പടങ്ങളെ കളഞ്ഞു നിൽക്കുന്ന കുറച്ച് ടെക്നീഷ്യൻസ് ഉണ്ട്. അവരുടെ കാര്യം ആലോചിച്ചിട്ടാ. താൻ വിഷമിക്കണ്ട, നമുക്ക് മാർഗമുണ്ടാക്കാം. തന്റെ ആദ്യ പടം ചെയ്യുന്നവർക്കല്ലേ ഉള്ളൂ ഈ പ്രശ്നം. ഷൂട്ടിങ് തുടങ്ങാൻ ഇനി 1 മാസമുണ്ട്. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു പടത്തിൽ ഒരു 2 ഡയലോഗുള്ള ഒരു വേഷം അതൊന്ന് ചെയ്തിട്ട് പോവാ. അതോടെ തീരുവല്ലോ ഇവരുടെ സൂക്കേട്. അല്ല സാർ, എനിക്ക് സിനിമയിൽ അങ്ങനെ ആരെയും. താൻ പോയി ഡയറക്ടർ തോമസ് ജോർജിനൊന്ന് കാണാം. അവൻ്റെ പടം ഈ ആഴ്ച തുടങ്ങണമെന്ന് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. അവനിതിൽ വലിയ വിശ്വാസമല്ല, പ്രത്യേകിച്ച് അവൻ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഓക്കെ, താങ്ക് യു സർ. യെസ്, ഡയറക്ടർ തോമസ് ജോർജ് സ്പീക്കിംഗ്. മാറ്റി വെക്കാൻ അങ്ങോട്ട് ആരുടെ മാറ്റി വെക്കാൻ? താനാണോ തീരുമാനിക്കുന്നത്? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണോ മാറ്റി വെക്കുന്നത്? 3ാമത്തെ പ്രാവശ്യമല്ലേ? ഞാൻ വേണ്ട ഇതിനൊക്കെ സമാധാനം പറയാൻ? കഴിഞ്ഞ ദിവസം തന്നെ ഒരു പത്രക്കാരൻ വിളിച്ചിട്ട് ചൊറിയുന്ന 100 ചോദ്യങ്ങളാ എന്നോട്. എങ്ങോട്ടൊക്കെയാ പോകുന്നത്, എന്നാ തുടങ്ങുന്നത്, എന്നാ ഇറങ്ങുന്നത്, ആരൊക്കെ അഭിനയിക്കുന്നത്? ഇനി കാത്തിരിക്കാൻ നടക്കില്ല. ഇത് മാറ്റി വെക്കുന്ന കാര്യം ഒരു കാരണവശാലും നടക്കില്ല. എടാ, അസോസിയേഷൻകാരോട് പോവാൻ പറ. 17-ാം തീയതി പടത്തിന് പൂജ വെച്ചിരിക്കുന്നതല്ലേ? ആ ജോലിച്ചും കണ്ടുവച്ചിരിക്കുന്ന സമയമല്ലേ? അത് ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല. ഒരു കാരണവശാലും ഈ പടത്തിന്റെ കാര്യത്തിൽ മറ്റൊരു നടപടി ഉണ്ടാവില്ല. ഹണീബിക്കാരോട് വേറെ ആർട്ടിസ്റ്റിനെ നോക്കാൻ പറയുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ? ബാബുരാജ് ഫസ്റ്റ് പാർട്ടിലുണ്ടായിരുന്നല്ലോ. സെക്കൻഡ് പാർട്ടിലും കാണും. രാശിയാണല്ലോ. ഞാൻ സംസാരിക്കാനോ ലാലേട്ടനോടോ? എടോ, പിന്നെ എന്താണോ തന്റെയൊക്കെ പണി? എന്തിനാ തന്നെയൊക്കെ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറാന്ന് പറഞ്ഞ് വെറുതെ ഇങ്ങനെ തീറ്റി പോറ്റുന്നത്? ഞാൻ തന്നെ ഈ പണിയൊക്കെ ചെയ്യാനാണെങ്കിൽ ഓക്കെ. ഈ ഹണീബിയുടെ ഷൂട്ടിങ്ങിന് എത്ര ദിവസം എടുക്കും? 1 മാസോ? ഒരു കാര്യം ചെയ്യും, ഹണീബി 2ന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങാണ്. അതിനകത്തൊരു മാറ്റവും ഇല്ല. ഇത് ലാസ്റ്റ് ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഫൈനലാണ്. ഇനി നാളെ ഇനി ഒരു മാറ്റം ഉണ്ടാവരുത്. ഇത് 4ാമത്തെ ഫൈനലാണ്. മനസ്സിലായല്ലോ? ഓക്കെ. ഒരു ഉത്തരവാദിത്വം ഇല്ലതേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. താനാരാ? ആരോ നീ ഇങ്ങനെ അകത്ത് കയറിയേ? സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ അകത്തുവന്നേ. ആര്? ഞാനോ? ഞാനൊന്നും പറഞ്ഞില്ല. ഔട്ട്. ഡോറ് തുറന്നു വന്നിട്ട് ഇതില് ബാത്റൂമിൽ പോയി. ആര്? ഞാനോ? ഞാൻ ബാത്റൂമിൽ പോയിട്ട് തന്നെ ഒരാഴ്ചയായി. ഔട്ട്. അയ്യോ സാർ സത്യമായിട്ട് എന്നെ ബാത്റൂമിലേക്ക് വിളിച്ചു. ഞാനോ? ഓക്കെ. വാട്ട്സ് മാറ്റർ? എന്തിനാ വന്നേ? സർ, ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് വന്നതാ. അതിനിപ്പോ ഞാനെന്ത് വേണം? സർ, സച്ചി സാർ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് സാറിന്റെ മൂവിയിൽ എന്തെങ്കിലും ഒരു ഡയലോഗുള്ള വേഷം പ്ലീസ് സർ. സച്ചി പറഞ്ഞിട്ട് വന്നല്ലേ? അതെ സർ. താരം കാര്യം ചെയ്യും സർ, ഒരു 2 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട്. അയ്യോ അത് പറ്റില്ല സർ, നമുക്ക് ഈ മാസം തന്നെ തുടങ്ങാൻ പറ്റൂ. താനാള് കൊള്ളാലോ. തനിക്ക് അഭിനയിക്കാൻ വേണ്ടിട്ട് ഞാൻ പടം ഈ മാസം തുടങ്ങണം. പ്ലീസ് സർ. ഔട്ട്. Get out. ഈ ഹണീബി 2ന്റെ ഷൂട്ടിങ്ങേ മട്ടാഞ്ചേരി നടക്കുന്നുണ്ട്. ഹണീബി ഷൂട്ട് ചെയ്ത അതേ വീട്ടിൽ തന്നെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. നേരെ അങ്ങോട്ടേക്ക് ചെല്ല്, അവിടെ ഒത്തിരി പുതുമുകൾ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. അങ്ങോട്ടേക്ക്. താങ്ക് യു സർ. ഹണീബി 2 ആശാനിപ്പടത്തിന്റെ കഥ മനസ്സിലായ? എനിക്ക് ഒന്നും അങ്ങോട്ട് കത്തണില്ല ചേട്ടാ. നിനക്ക് പന്തലൊന്നും കണ്ടിട്ട് കത്തിയില്ലടാ. ഇതൊരു മാരേജ് സ്റ്റോറിയാന്ന്. പക്ഷെ കല്യാണം നടക്കില്ലാട്ടാ. താലി കെട്ടുന്ന മൂവ്മെന്റില് പന്തലില് ബോംബ് വയ്ക്കും. ആര്? ഋഷിരാജ് സിംഗ്. ഋഷിരാജ് സിംഗ് ഉണ്ട് ഈ പടത്തില്? ഓ, ഇവിടെ പോത്ത സാധാരണ സിനിമയിലാരാ ബോംബ് വയ്ക്കണത്? വില്ലൻ. അത് തന്നെ. ബോംബ് വയ്ക്കുന്ന ഉറപ്പാ? ഇത്രയും വലിയ സെറ്റ് ഇട്ടേക്കുന്നത് പിന്നെ എന്തിനാടാ? ബോംബ് വയ്ക്കാനല്ലേ പടേ. അപ്പൊ ഭാവനയോ? ഭാവന ചാകാറാവും.
അയ്യോ. പിന്നെ ആശുപത്രി ടെൻഷൻ, ആശുപത്രി ICU, ICU ആശുപത്രി. ആ സമയത്ത് ആസിഫ് അലി ബച്ചാൻ വന്ന് തലി കിട്ടും. അതാണ് ക്ലൈമാക്സ്. അവിടെ നിങ്ങളുടെ ക്യാമറ വെച്ചേക്കണത് ആ ആംഗിളിൽ നമ്മളെ കാണാനാണ് പ്രശ്നം. ഓ ടോപ്പ് ലൈറ്റ് അടിച്ചിട്ട് തല വെട്ടിപ്പൊളില്ല. നമുക്കൊരു ഡ്രീംസ് അടിച്ചാലോ? ഒന്ന് ഫീൽഡ് ചെയ്ത് മാറപ്പ കട്ട സ്റ്റാൻഡാണ് പോട്ടെ. സാർ ഒന്ന് നിർത്തി റോസ് എടുത്ത്. രാവിലെ പോലെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്താ പരിപാടി? ചാൻസ് ചോദിച്ചു വന്നാ സാർ, അകത്തേക്ക് കയറ്റി വിട്ടില്ല. എന്താ മോൻ്റെ പേര്? വിഷ്ണു. വിഷ്ണു. ഇത് ഓൾറെഡി തുടങ്ങിയ പടമാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഈവൻ ചായ കൊണ്ട് തന്നെ ആൾക്കാരെ വരെ. വിഷ്ണു ഒരു കാര്യം ചെയ്യും, ഇനി പുതിയതായിട്ട് തുടങ്ങാൻ പോണ ഏതെങ്കിലും പടം ഉണ്ടെങ്കിൽ ആ പടത്തിൻ്റെ ഡയറക്ടർ പോയി കാണും. അവർക്കാവുമ്പോൾ വിഷ്ണുവിൻ്റെ രൂപത്തിനും കഴിവിനും ഒത്ത ഒരു ക്യാരക്ടർ തരാൻ പറ്റുമല്ലോ. താൻ വിഷമിക്കണ്ട, തനിക്ക് കഴിവുണ്ടെങ്കിൽ താൻ എത്തിപ്പെടും. ഓക്കെ? ശരി സാർ. എവിടെ വീട്? മണ്ണാർക്കാട്. ഇവിടെ നിന്ന് എങ്ങനെ പോണേ? ഒരു കാര്യം ചെയ്യ്, കയറ്, ഞാൻ വൈറ്റിൽ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ ബസ് അത് വേണ്ട സാർ. അവിടുന്ന് ബസ് ഇട്ടൂടെ, താൻ കയറ്. അമീന അങ്കിൾ എന്താ വായിക്കുന്നേ? വായിക്കല്ല, പഠിക്കുക. നാളെ സെമസ്റ്റർ എക്സാം തുടങ്ങുക. ഞാൻ BCom സെക്കൻഡ് ഇയറാ. ചിരിക്കും, എല്ലാവരും ചിരിക്കും, ഞാനും. പക്ഷെ തോറ്റു കൊടുക്കില്ല. ഞാൻ ജയിക്കുന്നത് വരെ ശ്രമിക്കും. അല്ലെങ്കിൽ പിന്നെ ആണാണെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം, അല്ലേ? ചേച്ചി, ലൂക്കാച്ചാ, ആ ഗേറ്റ് ഒന്ന് തുറന്നേ. ആരാണ്? ഞാൻ ഈ ഷൂട്ടിങ്ങിന്റെ ഷൂട്ടിംഗ് പാർട്ടിയാണോ? ഇത്ര നേരത്തെ വന്നാ? ജൂനിയർ ആർട്ടിസ്റ്റ് ആണോ? ചാൻസ് ചോദിച്ചു വന്നാണല്ലേ? എന്തായാലും നേരത്തെ വന്നത് നന്നായി, അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിക്കാരനെ ഇങ്ങോട്ട് കടത്തി വിടൂല. നല്ല ചിരിയാണ് കേട്ടാ. മോൻ വാ. ഇതിലൊക്കെ കയറി പറ്റാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാവേ. ഞാനും കുറച്ചാള് സീരിയലൊക്കെ അഭിനയിച്ചതാ. പക്ഷെ കിട്ടണതൊക്കെ വേലക്കാരി വേഷം. തുണിയലക്കല് മുറ്റവടി, മുറ്റവടി തുണിയലക്കല്. എന്നാ വല്ലതും കിട്ടുവോ? അതും ഇല്ല. പിന്നെന്തിനാ ഈ സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോണത്? ജീവിതത്തിൽ തന്നെ ഈ വേഷം അങ്ങ് തുടരാന്ന് വിചാരിച്ച്. മോനിരിക്കെ. ശരി. മോനെ ഇങ്ങനെ കളിച്ചു. ജയ് ഹനുമാനിൽ അഭിനയിച്ചിട്ടുണ്ട്. അതാണ് ഒരു മുഖപരിചയം. ആ ലൂക്കാച്ചാ, സിനിമാക്കാര് വരുന്നതിന് മുമ്പ് പിട്ടൂനെ പിടിച്ച് കൂട്ടിലിട്. ഇവിടത്തെ പട്ടിയാ, സിനിമാക്കാരെ കണ്ടൂടാ, അപ്പൊ തുടങ്ങും കൊര. കുടിക്ക്. നിങ്ങളുടെ ചായക്കട തുറന്ന് ചായ ഇട്ട് വരുമ്പോഴേ നേരെ ഉച്ചയാവും. മാത്രല്ല ക്ലാര ചേച്ചി ചായ ഇട്ട് തരുന്നത് നാളത്തെ മോഹൻലാലിനെങ്ങാനും ആണെങ്കിലാ. ഇപ്പോഴത്തെ സിനിമയുടെ കാര്യമല്ലേ, ഏത് കൊഞ്ഞാണൻ എപ്പോ വലിയ നായകനാവുന്നൊന്നും പറയാൻ പറ്റില്ല. മോൻ ചായ കൂടി. ഞാനിപ്പോ വരാവേ. ഗുഡ് മോർണിംഗ്. മച്ചാനത് വൈകി 7:30 താഴെ ഇറങ്ങിയപ്പോ വണ്ടിയില്ലായിരുന്നു. മനോട്ടും പറഞ്ഞില്ലേ ഇത്? താൻ പോയില്ലേ? ഇല്ല സാർ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കിട്ട് പോവാന്ന് വെച്ചു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. നമുക്ക്
വണ്ടി അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ജിപ്പ് ടൈറ്റായിട്ട് ഫോളോ ചെയ്യും. അതിന്റെ തൊട്ട് മുമ്പിലൊന്നും ചവിട്ടും. അപ്പൊ അതിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു പാസിംഗ് കൂടെ മോനെ അത് ഡേസീനല്ലേ അതിന് ഈ ലൈറ്റ്സ് ഒക്കെ വേണോ നമുക്ക്? ഇല്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ അത് ഫ്രീസർ വെച്ചവരല്ലടാ. സർ സർ ഞാൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിംഗ് കോഴ്സ്. ചാൻസലറാണോ? എന്താ അഭിനയമോഹിയാണെന്ന്. ഒരു കാര്യം ഞങ്ങൾ മാറിയിരിക്കും, എന്തെങ്കിലും കൂടെ പറയാം കേട്ടാ. ഓക്കെ ഷേക്കേ, ഒന്ന് വന്നാടാ. എടാ ഈ നിക്കണവനെ ഒരു അഭിനയമോഹിയാണ്. നമ്മുടെ ഈ സീനില് എന്തെങ്കിലും ഒരു പാസിംഗ് കിട്ടേക്കാണ്. കയ്യില് അവന്റെ കയ്യിലെ വേഗം കൊടുത്തപ്പോരെ. ദാഹണം അങ്ങനത്തെ കല്യാണം വേണ്ടി കൊടുക്കണത്. വല്ല ചക്കക്കുലെ തേങ്ങ എന്തെങ്കിലും എടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് കൊടുക്കും. എടാ ജീനോട് പറയാം, സെറ്റാക്കി വെച്ചോ. ശരിയാ സർ. പാസിംഗ് സെറ്റ് അല്ലേ? റെഡിയാണ് സാർ, റെഡിയാണ്, റെഡി. പാസിംഗ് റെഡി. എടാ ആരെങ്കിലും പെട്ടെന്ന് റെഡി 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 സാർ, പാസിംഗ് റെഡി. ഇവിടെ നോട്ടാ, നേരെ സാർ ഇപ്പൊ എന്താ ഡയലോഗ് പറയണ്ടേ? ഡയലോഗ് ഒന്നുമില്ല, ഇത് ചുമ്മാ പാസിംഗ് സീനാണ്. ഓക്കേ റെഡി, ടേക്ക് റെഡി, റോൾ പ്ലീസ്. റോളിംഗ് സർ. റെഡി റെഡി ആൻഡ് ആക്ഷൻ. നിനക്ക് പിന്നെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ഈ പോണ വഴി അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ പോണ വഴി എന്തെങ്കിലും ഒരു ഡയലോഗ് അങ്ങോട്ട് പറഞ്ഞു. പക്ഷേ സിനിമയിലൊന്നും ഉണ്ടാവില്ല. നടന്നങ്ങോട്ട് പോയാൽ മതി. പ്ലീസ് സർ, ഒരു ഡയലോഗ് ഒന്ന് പോണെന്ന്. എന്താണ് പാസിംഗ് വരാത്തത്? നോക്കടാ, ശ്രദ്ധിക്കടാ. വണ്ടി ബാക്ക് എടുത്തോ. നടക്കോ. സിനിമക്ക് വന്നിട്ടുള്ള സംഭവ പുത്തം BMW കൊണ്ടുവന്നാലും ടേക്ക് എന്ന് പറയുമ്പോ സ്റ്റാർട്ട് ആവില്ല. ഒരു കാര്യം കട്ട് ചെയ്യാൻ അത് വരൂല. നമുക്ക് അടുത്ത ശ്രീനേണ്ട സെക്ഷനിലേക്ക് പിന്നെ വരാത്. എടാ ക്യാമറ ഇട്ട് അപ്പുറത്തേക്ക് എടുത്തോ. അടുത്ത വേണം, നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഒരു പാസിംഗ് കൂടാനൊക്കെ പഠിച്ചിട്ട് നമുക്ക് അടുത്തെടുക്കാം. ശ്രീനേണ്ടയിലേക്ക് പോവാ. എന്താ ഷൂട്ടില്ലേ? ലെനി ചേച്ചിയുടെ ശ്രീനേടിന്റെ ചെറിയൊരു ഷോട്ട് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അല്ലടാ, കോമ്പിനേഷൻ. അതെ മോനെ, കാലത്ത് 7:30 മണിക്കൂടെ കൂടി എടുത്തേക്കാണ് മേക്കപ്പ് ഇട്ടിട്ട്. ഇപ്പോ മണി എത്രയെന്ന് അറിയാമോ? ആ ജീനോടൊന്ന് പറ വേഗം എടുക്കാനായിട്ട്. ഞാൻ പറയാം. നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കണം പ്രശ്നം ഉണ്ടാക്കണം. ലോകത്തിലെ ആകെയുള്ള ജീവികൾ സിനിമക്കാരത്ര ഉണ്ടാവുള്ളല്ലേ. ശരിക്കും പണിക്കാരെ വിളിച്ചോണ്ട് പോയിട്ട് ഇന്ന് പണിയില്ല വെറുതെ ഇരുന്നു പറഞ്ഞാൽ ബാക്കിയെല്ലാവരും ഹാപ്പി ആയിരിക്കും. അതൊന്നല്ല, വേറൊരു ടീം കൂടി ഉണ്ട്. വെറുതെ ഇരുപോട്ടെ, പെണ്ണുങ്ങളൊക്കെ പെണ്ണാണ്. എന്തത്ര സംശയം? വല്ലപ്പോഴൊക്കെ കൺസിഡർ ചെയ്യും. ഇതുവരെ പോയില്ലേ സാർ എന്റെ ഡ്രസ്സും ബാഗും ഒക്കെ? ഡ്രസ്സൊക്കെ കോസ്റ്റ്യൂം റൂമിൽ കാണും. ഞാൻ അതിന്റെ പേര് പറഞ്ഞു ഇവിടെ ചുറ്റി കളിക്കാൻ നോക്കണ്ട, പെട്ടെന്ന് പോകാൻ നോക്ക് കേട്ടാ. എന്താ ഇതിനത്? ഏയ് രാവിലെ തന്നെ പണി എന്നിട്ട് പാസിംഗിന് എടുത്തിട്ടേ അവന് ടേക്കിന് പോകാൻ പറ്റൂലെന്ന്. അഭിനയിക്കാൻ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണേ, ഡയലോഗ് ഉണ്ടെങ്കിൽ അവൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് അഭിനയിപ്പിച്ചു നോക്കിയല്ല. എന്താണ് മച്ചൻ, എന്തായാലും പണിയൊന്നും ആർക്കും പണി കൊടുക്കെങ്കിലും ചെയ്യാം. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അടയാറാ? ഓ, നമ്മുടെ രജനീകാന്തൊക്കെ പഠിച്ച സ്ഥലമല്ലേ? അഭിനയിക്കാനൊക്കെ അറിയോ? പുലിമുരുക്കം കണ്ട? കണ്ടു, 3 പ്രാവശ്യം. 3 പ്രാവശ്യം കണ്ട? അമ്മോ, ലാലേട്ടന്റെ കട്ട ഫാനാണ്. അവിടെ ചുമ്മാ ഒരു ടെസ്റ്റിംഗ് ആണ്. അതായത് പുലിമുരുകനില് ലാലേട്ടൻ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സീനില്ലേ? കണ്ട പണം കണ്ട? ആ സാധനം ഒന്ന് കാണിച്ചു നോക്കട്ടെ. നല്ല സ്റ്റൈലായിട്ടിരിക്കണം, ഉണ്ടൊക്കെ മടക്കി കുത്തിക്കും. ഏതാന്ന് മനസ്സിലായി? പോസ്റ്ററിലുള്ളത്. അതെ, ഭാവനക്ക് ഇഷ്ടപ്പെട്ട ഓക്കെ കാണിക്കട്ടെ. അയ്യേ, ഇതല്ല ബാലു, ഒന്ന് കാണിച്ചു കൊടുത്തത്. കണ്ടാ 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 കൈ കുത്തിക്കണ ദൂരതാണ്ടാ. അങ്ങനെ വേണം, അല്ലാതെ വെറുതെ ഹനുമാന്റെ മല മേടിച്ചോ കേറ്റി കുത്തങ്ങട്. അയ്യേ, ഇതെന്നിട്ട് അത് പട്ടിമുള്ളായിരിക്കണം. നോക്കി ഭാവന. അതെ മോനെ, വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പോയിക്കോ. ഇവരൊക്കെ ശരി, വേറെ സാധനം ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട്, ഭയങ്കര ഭയങ്കര ഘോരവനം. ഘോരവനത്തിൽ കൂടെ നടന്നു വരുന്ന ഒരാൾ. ആള് നടന്നു വരുമ്പോ കാട്ടിയാതിക്കാര് കുത്തിക്കൊല്ലും. കുത്തുകൊള്ളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ബാബുവിന്റെ മനസ്സിൽ ചെയ്താൽ ഇത്രേ കുത്തുകൊണ്ട് എക്സ്പീരിയൻസ് ലോകത്തുണ്ടാവില്ല. ഞാൻ ചെയ്യുവാണെങ്കിൽ സിൻസിയർ ആയിട്ട് ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി ചെയ്യും. പോട്ടെ പോട്ടെ പോട്ടെ, അങ്ങാറ്റത്ത് അങ്ങാറ്റം നല്ല കാടാണ്ടത്. ആ സീനാണ്, പിടിച്ചോ. അയ്യോ, വെളിച്ചെണ്ണ പാത്രത്തിൽ പോണ്ട. ക്യാമറ റോളേ. വള്ളി 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 റോളിത് വള്ളി തപ്പി മാറ്റി തടഞ്ഞു. ദൈവമേ, പറഞ്ഞല്ലേ തമാശ കളിക്കില്ല. ഇവൻ ആള് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇത് എന്തിനെങ്ങനെ വീഴാൻ പോണേ? ആക്ടിംഗ് അല്ലേ? ഓ, അങ്ങോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പഠിപ്പിക്കണമെന്ന് തോന്നുന്നു. ഷാജേട്ടാ, ഇവിടെ കുറച്ച് ആരംഗം വേണ്ടണ്ടാ, ഒന്ന് എടുത്തു വെച്ചേക്ക്. ഇങ്ങനെയൊക്കെയാണ് വിശ്രമവേളകൾ ആനന്ദകരമാണ്. ഹലോ, ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. സിനിമയിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ലൈറ്റ് യൂണിറ്റ്, ആർട്ട്,
കോസ്റ്റ്യൂംസ് അങ്ങനെ ഏതെങ്കിലും കയറിപ്പറ്റി ലൊക്കേഷനിൽ പിടിച്ചിക്കാൻ പറ്റണം. എന്തും സഹിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. എന്നാലേ ലൈം ലൈറ്റിൽ വരാൻ പറ്റും. നല്ല ബെസ്റ്റ് സമയം. ലൈം ലൈറ്റിൽ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് ലൈറ്റ് പോയി. ആർട്ടുകാരുടെ സെറ്റപ്പ് ആട്ടോ. ആ ബെസ്റ്റ് ജീനെ, അത് നമ്മുടെ സെറ്റപ്പ് അല്ല. അത് ആർട്ടുകാർ പുറത്തുനിന്ന് ഏതെങ്കിലും ഇട്ടിരിച്ചാന്നാ പറയണത്. ആളെ കാണാനില്ലെന്നും പറയുന്നുണ്ട്. കാണാനില്ല. ഇതെന്താണ് ഉത്തരവാദിത്തമില്ലാത്ത ആൾക്കാരൊക്കെയാണ് തേപ്പിക്കണത്. നമ്മുടെ ഇലക്ട്രീഷ്യൻ നമ്മുടെ ആളുടെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പറയാം. ഇവിടെ ചീനോ ഇവിടെ നമ്മുടെ ജനറേറ്ററിൽ കൂടെ താങ്ങോ വന്നല്ല. എന്താണിതും ശരിയാക്കണത്? ജീനെ ലൈറ്റിന് ഇഷ്ടപ്പെടാത്ത ആരോ വന്നിട്ടുണ്ടാ. അതാണ് ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കിട്ട് പോണത്. വെറുതെ ഞാനൊന്ന് നോക്കിക്കോട്ടെ. നീ ഏതാ? വിഷ്ണുപ്രസാദ്. വിഷ്ണു എന്ന് വിളിക്കും. ആര് വിളിക്കും? ഫ്രണ്ട്സ് എല്ലാരും. ഇവിടെ എന്താ പരിപാടി? ഞാൻ അഭിനയിക്കാൻ വന്നതാണ് സാർ. എടാ അതിന് നിനക്ക് ഇലക്ട്രിക്കൽ പണിയൊക്കെ അറിയാവോ? ആ, ഞാൻ ഇലക്ട്രിക്കൽ ഡിപ്ലോമ പാസ്സായത് സാർ. അപ്പൊ അഭിനയിക്കും. നല്ല ഷോക്കിംഗ് എക്സ്പ്രഷൻ ആയിരിക്കും. എന്തിനാ? നീ ഒന്ന് നോക്കടാ. പറ്റുമെങ്കിൽ ചെയ്. വർക്ക് ലൈറ്റ് വേണം. ഓടിച്ചല്ലേ. ഒരു പരിപാടി നടക്കൂല. എല്ലാ സിനിമ ഇങ്ങനെയാണ് മാങ്ങാത്തിരി. ചേട്ടാ ഞാൻ നോക്കട്ടെ. ആരെയുടെ ഡേറ്റ് മാത്രം കിട്ടിയാ പോരല്ലോ. അവനോട്ടാ സുരേഷന്റെ ഡേറ്റും കൂടി നോക്കണ്ടേ? ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത്. എടാ നീ പറഞ്ഞിട്ടാണ് ആ ചക്കൻ ആ വയർമ കിടന്ന് കുത്തിപ്പണതോണ്ടിരിക്കണത്. ആരെങ്കിലും ചെയ്യേണ്ടത്. ഇവിടെയുള്ള ആളൂല്ല അവിടെയുള്ള ആളൂല്ല. വർക്ക് വട്ടാണവനി ഇപ്പൊ തന്നെ കലവറയിൽ വന്നിട്ട് പാത്രങ്ങളെ തട്ടി പറിച്ചിട്ട് അലമ്പൊക്കെ പണി കിട്ടും അല്ലേ? വന്നല്ല എന്റെ പൊന്നു പറഞ്ഞേട്ടാ. ആര്യ വന്നാരുമല്ലേ കറണ്ട് വന്നാരും നീ വിളിച്ചു. അശോട്ടാ നമ്മൾ റെഡിയോ? നമുക്ക് എടുക്കാം. പൊളിച്ചടാ. കൊള്ളാട്ടാ. പൊളിച്ച നീ ഒരു കാര്യം ചെയ്ത് നീ നിക്ക്. അവര് മറ്റേ ഇലക്ട്രീഷ്യൻ വരട്ടെ. അതുവരെ നീ ഒന്ന് നിക്ക്. ജിമനെ ടേക്ക് പോയാലോ? ടേക്ക് പോ. പിന്നെ ഓൾ ലൈറ്റ്സ്. ചേമന്തിച്ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണ് മണിവാനത്താരം പെണ്ണിന്മയിൽ മിന്നാണ്. താരം നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേന് കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാന്. നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം ശീലുണ്ട് കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേറാക്കാൻ നല്ലാട്ടക്കാരുണ്ട്. കരനീളെ പന്തൽ കട്ടി തപ്പും മുട്ടിച്ചെന്റെ പൊട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ജില്ലാല. ഹലോ, സോറി. കൈ ന്യൂസ് അടിച്ച് താഴെ. അതിനിപ്പോഴാണ് സോറി പറയുന്നത്. ലൈറ്റ് സ്റ്റാൻഡിൽ കൈവെക്കണ്ട. ആൽബിസാർ ചീത്ത പറയും. ആരാ ആൽബിസാർ? അറിഞ്ഞൂടെ? ദോ എടാ ആ ലൈറ്റ് ഒന്ന് എടുത്ത് മാറ്റി വീടാ. എടാ നിന്റെ അപ്പനും ചേട്ടൻ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. കൺമണിയുടെ നാട് എവിടെയാന്ന് പറഞ്ഞേ? ഓ, എന്റെ പേരൊക്കെ അറിയോ? ഭാവനേച്ചി എപ്പോഴും വിളിക്കുന്ന കേൾക്കാറുണ്ട്. അതെ, ഭാവനേച്ചിന്ന് ഞാൻ വിളിക്കുന്ന കേട്ട് വിളിക്കാൻ നിൽക്കണ്ട. വിഷ്ണു ഭാവന മാഡം എന്ന് വിളിച്ചാൽ മതി. എന്താണാവോ ഈ മേഡത്തെ വിളിക്കണ്ടേ? ഓ, നമ്മൾ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല. ചുമ്മാ കൺമണിന്ന് വിളിച്ചാൽ മതി. മാറ്റർ പോസിറ്റീവ് ആണല്ലോ. കേസ് നമുക്ക് അനുകൂലമായിട്ട് വിധി വരില്ലേ? അത് മതി. കൺമണിയുടെ നാട് എവിടെയാ? അങ്ങ് കിഴക്കമലയില, രാജാക്കാട്. ആണല്ലേ? ഞാൻ മണ്ണാർക്കാട്. ഉള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ. ഒരു വട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ. പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്. ആശിച്ചവരെല്ലാരും കൂടിയിട്ടുണ്ടേ. പ്രത്യേക ശ്രദ്ധയ്ക്ക് നീ ചുമ്മാ ഇനിയിപ്പോ ബാത്റൂം പോയിട്ട് അച്ചപ്പിന്റെ കാര്യമൊന്നുമില്ല.
ഭാവന മേഡത്തിനുള്ളല്ലേ? ആക്ഷൻ. പപ്പയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മമ്മ. ആരുടെ ഫോണാണത്? ഒരു സെക്കൻഡ്. ആരാ മോനെ? കണ്ണ ഏതവളാണെങ്കിലും രാത്രി വിളിക്കാൻ പറടാ. പ്ലീസ് ഫോൺ ആരുടെ സെറ്റ് വരുമ്പോ സൈലന്റ് ആക്കട്ടാ. ഞാൻ എന്റെ സൈലന്റ് ആരെങ്കിലും ഒരാൾ പൊസിഷൻ കൊടുക്കടാ. ഒന്നും മിണ്ടിയപ്പോരുത്. ലൈറ്റ് അപ്പ് ചെയ്ത കാണുന്ന ആരെങ്കിലും കിടത്ത് നീ പോയി കിടന്നേ. വേഗം കിടക്കടാ. ഇനി ആസിമച്ചാൻ ലൈറ്റ് അപ്പ് ചെയ്യുമ്പോ ഇവനെ പൊസിഷൻ നിർത്തിയാൽ മതി. ഏയ് ബാലു, നീ ബാസിന് ഓവർലാപ്പ് ചെയ്യാണ്ട് മാർക്കിലേക്കടാ. മാർക്ക് നോക്കിക്കടാ. ഞാൻ മാർക്കിൽ വെക്കണ. അല്ല അയ്യോ, ഇവിടെ എനിക്ക് 2 മാർക്ക് നിന്റെ അഭിനയത്തിനിട്ട മാർക്കാണ് ജീൻ. എന്തോ ഈടായിട്ട് ഭയങ്കര മോശം കോമഡിയൊക്കെയാണല്ലോ. നിന്റെ കൂടെ അല്ലേ? അല്ലയാ, അതെ, ചെറിയ ഡാർക്ക് ഉണ്ടല്ലോ. അല്ല ഏട്ടാ, അരുണിനെ അവന് വരാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഏതരുൺ? നമ്മളാ വിനീതിന്റെ വേഷം ചെയ്യണല്ലേ, മറ്റേ ഫോർ ദ പീപ്പിൾ. വേറെ ആരെങ്കിലും അവൻ കമ്മിറ്റഡ് ആയിട്ടുണ്ട്. വേറെ അവന്റെ സീനൊന്നും എടുത്തിട്ടില്ല. അതല്ല, ഈ സമയത്ത് ഇപ്പൊ ലാസ്റ്റ് മിനിറ്റില്. ചേട്ടാ അത് വലിയ വേഷമാണ് ഏട്ടാ. ആണോ? അത്യാവശ്യം കുറച്ച് ഡയലോഗുള്ള ആണോ? ഇയാളെ പറ്റുമോ നോക്കിയേട്ടാ. എങ്ങനെയുണ്ട്? നല്ലൊടുക്കത്തെ ഓവർ ആക്ടിങ്ങിന്റെ ആളാ. 4-5 പടം ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പാവമാണ് ഏട്ടാ. അതിപ്പോ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനും പഞ്ചഭാവോ എന്ന് വെച്ചാൽ റോഡ് കൊടുക്കാൻ പറ്റും. ഒരുപാട് പെർഫോം ചെയ്യാനുള്ള വേഷമാണോ? അത്യാവശ്യം ഡയലോഗ് ഉള്ള പരിപാടിയാ. ജീനെ പറ്റുമെങ്കിൽ കൊടുക്കും. കടം കൊള്ളാം. അവന്റെ അന്ത്യാഭിലാഷമാണ്. ഞങ്ങൾ ക്ലാസ് ഒക്കെ എടുത്തിട്ടുള്ള കാലക്കും. നീ ഒരു കാര്യം ചെയ്യ്, ആ സ്ക്രിപ്റ്റ് ഒക്കെ എടുത്ത് അവൻ്റെ അടുത്ത് ഡയലോഗ് ഒന്ന് പഠിക്കാൻ പറ. ബാബട്ടാ, അരി വറുത്ത ബാബുവിന്റെ ആളാണ്. അയ്യോ, അങ്ങനെ ഞാൻ ഗ്യാരണ്ടി ഒന്നും തരില്ല. പക്ഷെ പൊളിക്കും. എന്ത് പടോ? പടം വാടാ, ഇരിക്കടാ, ഇരിക്ക്. ലോട്ടറി അടിച്ചല്ല, ഒരു 3-4 സീനുണ്ട്. വയർച്ചോറയും ഡയലോഗ്. താങ്ക് യു സാർ. ഇതൊക്കെ ഒന്ന് വായിച്ചു പഠിക്ക്. അല്ലേട്ടാ, ഇവന്റെ കോസ്റ്റ്യൂമിന്റെ അളവൊക്കെ ഒന്ന് എടുത്തേക്ക്. ആയിക്കോട്ടെ. നാളെ തകർക്കണം. പടത്തിലൊക്കെ വലിയ ഇതായിട്ട് വരുന്നതിന് മുമ്പ് ഒരു പുള്ളി കാർ എടുത്തിട്ട് അതിനകത്ത് ബയറിനെ കയറ്റിയിരുത്തി വണ്ടി ഓടിച്ചിട്ട് പോയപ്പോ. താങ്ക് യു സാർ. നീ ഇത്ര പാവായിട്ടൊന്നും അഭിനയിക്കണ്ട കേട്ടോ. എല്ലാരും നിന്റെ നെഞ്ചത്തേക്ക് കയറാൻ പറ്റും. പറഞ്ഞ ആള് തീരെ മോശമില്ല. ഈ നെഞ്ചത്ത് ചവിട്ടി പിടിച്ച് വളർന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ പൃഥ്വിരാജും ഈ നെഞ്ചത്ത് പിച്ച വെച്ച് വളർന്നതാ. അതുപോലെ തന്നെ ആവണോട്ടാ. ചെല്ല്. ഒരു സെൽഫി എടുത്ത്. സെൽഫി എടുക്കാനാ? ഞാൻ മാത്രം മതിയോ? എല്ലാരും ഉണ്ടെങ്കിൽ നാളെ ഇവനൊക്കെ ആരാവൂന്ന് അറിയില്ല. മധു, ദേ നോക്കി. പൊളിച്ചടാ. നീ എല്ലാവരുടെ എടുത്താ. എനിക്ക് ആകെ ആസിഫിക്കിനെ മാത്രമേ ഇട്ടുള്ളൂ. ഒരു 500 ലൈക്കെങ്കിലും ആയിട്ടുണ്ടാവില്ല ഇപ്പൊ. ഏയ്, ഞാൻ അതിലൊന്നും ഇട്ടില്ല. ഫേസ്ബുക്കിൽ ഇട്ടില്ലേ? നീ വേറെ ആരും കാണിച്ചിട്ടില്ലേ? ഏയ്, അതെന്ത് പരിപാടിയാണ്? അങ്ങനെയാണെങ്കിലേ അതിൽ ഉസ്മാൻ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് സെൻഡ് ചെയ്യും. മെയിൻ കമ്പനിക്കാരായിരിക്കുമല്ലേ? ഇതല്ലേ ഉസ്മാൻ? എന്താണ് മാറ്റർ എന്ന് അടിക്കുന്നത്? മാറ്റർ നാളെ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു. മച്ചാനെ, കഷ്ടപ്പെട്ടാണെങ്കിൽ നീ അവസാനം സെറ്റ് ചെയ്തെടുത്തില്ലേ? പൊളിക്കടാ. നെല്ലിപ്പറമ്പിൽ നാരായണന്റെ പരേതനായ മകൻ മാധവന്റെ മകൻ വിഷ്ണുവിനെ സിനിമയിലെടുത്തും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുമ്പോ വിഷ്ണുവിന്റെ സിനിമയിലെടുത്ത്. പ്രിയമുള്ളവരെ, നെല്ലിപ്പറമ്പിൽ നാരായണന്റെ മകൻ പരേതനായ മാധവന്റെ മകൻ വിഷ്ണു പോയി. എന്റെ കൊച്ചുമോൻ എന്താ പറ്റിയ? അവസാനം സംഭവിച്ചു. നോക്കി കാണാൻ പറയണ ഉസ്മാനെ. റാംജീരാവിനുമ്പോൾ എൽദോനെ സിനിമയിലെടുത്ത മാതിരി വിഷ്ണുവിനെ സിനിമയിലെടുത്ത്. ഓനഞ്ഞി പിടിച്ചാ കിട്ടൂല. അടിച്ചാളി വിഷ്ണുവിന് മാത്രല്ല, നമ്മളെ ആരെങ്കിലും പിടിച്ചാ കിട്ടൂല. ഈ തേങ്ങ വിളിക്കാണ്ട് വന്ന് വണ്ടി കയറാ. സിനിമാ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിനിമാ നടനാവുന്നതിന് മുമ്പ് തന്നെ ഫാൻസ് അസോസിയേഷൻ സംഭവിക്കുന്നത്. അതിനെന്താണ് കാരണം? ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ.
മലയാള സിനിമയിലെ സിദ്ദിഖ് ലാല്, ഭാവന, ആസിഫ് അലി, ബാബുരാജ് ഇവരൊക്കെ നമ്മളെ വിഷ്ണുവിന്റെ ബാക്കിലാണ്. എന്തുകൊണ്ടാണ്? വിഷ്ണുവാണ് ഈ സിനിമയിലെ നായകൻ. ആരാണ് വിഷ്ണു? ആ, ആരാണ് ഈ വിഷ്ണു? ആരാണ്? ആരാണ്ടവേ? വിഷ്ണുന്റെ വാപ്പ. മെമ്പർഷിപ്പ് കൊടുക്കണ്ടോ? അതിനോ ചോദിച്ചില്ല. ചോദിച്ചാലും കൊടുക്കണ്ട. ഉസ്മാനെ, ഈ സന്തോഷത്തിന് 2 കൊല പടക്കം വാങ്ങിച്ച് പൊട്ടിക്കലല്ലേ നല്ലത്? അയ്യാ, ഞാൻ എപ്പോഴും ആലോചിച്ച് അത് നല്ല കാര്യമാണല്ലോ. 2 കൊലയാക്കണ്ട. ആ പീടിയുള്ള ഒന്നായിട്ട് എന്ത് തരണം? അതിപ്പോ കണക്കൂട്ടേണ്ടി വരും. ആണോ? എന്നാ കണക്കൂട്ടി. എന്നാ കണക്കൂട്ടി നോക്ക്. കണക്കൂട്ടി കണക്കൻ കേട്ടില്ലേ? നീ അഭിനയിക്കണ്ടോ? ഡയലോഗ് സീനാ? അതെ. അരി പറക്കരുത് കേട്ടോ. വെളുപ്പിലെത്തിയല്ല. അതെ, എന്റെ ഇമേജ് കളയുന്ന ഡയലോഗ് ഒന്നും പറയണ്ട. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നീ ഇന്നലെ വന്നെന്ന് പറയാം. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞേക്കും. അതെ, നടി ഭാവന ഇന്നലെ വന്നിട്ടുണ്ട്. ഒന്ന് പോടാ. ഹായ്, ഇന്ന് വിഷ്ണുവിന്റെ അരങ്ങേറ്റല്ലേ? അതെ. അപ്പൊ പൊളിക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പെൺകുട്ടിയല്ലേ? പെൺകൊച്ച്. കൊച്ചിന്റെ പേരെന്താണെന്നറിയോ? മൃണാളിനി. ഞാനൊരു വെള്ളം എടുത്തിട്ടുണ്ട്. ആ ലൈറ്റ് ഒന്ന് പാനോട്ട് ചെയ്തേ. ഓക്കെ സാർ. ഡയലോഗ് പഠിച്ചായിരുന്നോ? പിന്നെ ഞാൻ പറയാം. ഇതാ, നീ ശരിയാണോ എന്ന് നോക്ക്. പറയട്ടെ. തമ്പിച്ചേട്ടനെ നിങ്ങൾ ഇമോഷണൽ ഡയലോഗ് പറഞ്ഞ് വീഴ്ത്തി കാണും. റൂബി ചേച്ചി ഞങ്ങളുടെ ആളാ, ഞങ്ങളുടെ ബ്ലഡ് ലൈനാ. ഈ വക പരിപാടി ഒന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. ഇങ്ങനെയാണെങ്കിൽ നാളെ ഈ കല്യാണം നടക്കില്ല. എങ്ങനെയുണ്ട് ഡയലോഗ് ഒക്കെ ഓക്കെ, എന്നാലും അഭിനയം കുറച്ചുകൂടെ ശരിയാവാനുണ്ട്. ഓക്കെ, ശരിയാക്കാം. റോഷൻ അര കുറച്ച് കൂടിയുണ്ടെന്ന് കറപ്പിക്കേണ്ടി വരും തോന്നുന്നു. സർ. ആ, നീയാ ഡയലോഗ് പിടിച്ചാടാ. നന്നായിട്ടൊക്കെ ചെയ്യട്ടാ. ആ പിന്നെ എടാ, ഞാനും ബാബുരാജും പിന്നെ ബാലുവും കൂടി സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് നിനക്ക് വേഷം തന്നിരിക്കുന്നത്. അനൂപിനെ ഞാൻ അകത്തൊക്കെ തിരക്കായിരുന്നു. ഞാൻ ആ പ്രവീണായിട്ട് കോസ്റ്റ്യൂം വർക്കുണ്ടോ? ഇന്ന് എനിക്ക് വർക്കില്ല. ഞാൻ ഈ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് ഇട്ടു നോക്കാൻ വേണ്ടി വന്നതാ. അശോകന്റെ പടം ചെയ്യുന്ന കേട്ട്. ഇല്ല, അതൊരു മാസം കഴിയും. അത് ഈ പിള്ളേരെയൊക്കെ വെച്ചുള്ള ഒരു എക്സ്പെരിമെന്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അശോക്, വിഷ്ണു ഈ പടത്തിൽ ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിടാ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, ഹലോ ജീൻ. ഒന്നുമില്ലടാ, പയ്യനില്ലേ നമ്മുടെ അരുണിന്റെ വേഷം ചെയ്യുന്നത് വിഷ്ണു. ആ, അവനിതിനു മുമ്പ് 1-2 പടത്തില് മെയിൻ വേഷത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഡയറക്ടർ ജോസാനിന്റെ പടം, പിന്നെ ഒന്ന് ഉമേഷ് ബാബുവിന്റെ പടം. 2 പടവും നടന്നില്ല എന്ന് മാത്രമല്ല, നിനക്കറിയാലോ. അല്ല, അശോകൻ ചോദിക്കായിരുന്നു നമ്മളായിട്ട് വെറുതെ ഒരു റിസ്ക് എടുക്കണമെന്ന്. ഞാൻ അറിഞ്ഞ ഉടനെ സച്ചിയോട് കാര്യം പറഞ്ഞു, പടത്തിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പോകണ്ടെന്ന്. പക്ഷേ ഇവിടെ വന്ന് പെടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കല ചേട്ടാ. എന്താപ്പാ നിങ്ങളുടെ ഫസ്റ്റ് പടം, ഫസ്റ്റ് സ്ക്രിപ്റ്റ് പപ്പം പ്രിയപ്പെട്ട അത് പൊട്ടിപ്പോയില്ലേ? അതും പറഞ്ഞ് ആരും പിന്നെ വിളിക്കാണ്ടിരുന്ന എന്തായിരിക്കും അവസ്ഥ? ശരിയാണ്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ഞാൻ ഷോട്ട് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. പോട്ടെ പോട്ടെ, നീ മനസ്സിൽ വെക്കണ്ട. പോട്ടെ ചേട്ടാ.